അഭിമന്യുവിന്റെ ഓർമ്മകൾക്ക് 7 വയസ്സ്. വർഗീയതയുടെ കൊലക്കത്തിക്ക് ഇരയായ ധീരരക്തസാക്ഷിയായ SFI നേതാവ് അഭിമന്യുവിന്റെ 7ാമത്തെ ഓർമ്മദിനത്തിൽ ഇടുക്കിയിലെ വട്ടവടയും മഹാരാജാസ് കോളേജും ഒരുപോലെ വിതുമ്പി. ഒരു ചെറുപൂ അറുത്തുമാറ്റിയാൽ വസന്തം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന SFIയുടെ മുദ്രാവാക്യം അനർത്ഥമാക്കും വിധം അഭിമന്യു ഉയർത്തിപ്പിടിച്ച വർഗീയത വിരുദ്ധ പോരാട്ടം ഇന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇടുക്കിയിലെ മലമടക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വട്ടവട എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അഭിമന്യു എന്ന സാധാരണക്കാരൻ മഹാരാജാസ് കോളേജിന്റെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്. പഠിക്കണം, തന്റെ നാടിന് ഒരു ലൈബ്രറി സ്ഥാപിക്കണം, അറിവിന്റെ വെളിച്ചം തന്റെ സഹപാഠികൾക്കും എത്തിക്കണം എന്നതായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ സ്വപ്നം. കഠിനാധ്വാനത്തിലൂടെ മഹാരാജാസ് കോളേജിൽ എത്തിയ അഭിമന്യു ചുരുങ്ങിയ കാലം കൊണ്ട് കൂട്ടുകാരുടെ പ്രിയപ്പെട്ട പാട്ടുകാരനും സഖാക്കളുടെ ഉറ്റ സഖാവുമായി മാറി. എന്നാൽ 2018 ജൂലൈ 2 വർഗീയ ശക്തികളുടെ കൊലക്കത്തിക്ക് ആ ജീവിതം അവസാനിപ്പിച്ചു. SFIയുടെ പതാക ഉയർത്തിപ്പിടിച്ച് വർഗീയത തുലയട്ടെ എന്നുറക്ക വിളിച്ചതിനായിരുന്നു ആ 20കാരൻ ബലിദാനിയായത്. അഭിമന്യുവിന്റെ മരണം കേരളത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. മകനെ നഷ്ടപ്പെട്ട അമ്മ ഭൂപതിയുടെ "ഞാൻ പെറ്റ മകനെ" എന്ന നെഞ്ചു പിളർക്കുന്ന നിലവിളി കേരളമെങ്ങും ഒരു തേങ്ങലായി പടർന്നു.